വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. സോ നമ്മൾ ബേസിക്സ് ഫോർ ഫണ്ടമെൻ്റൽ അനാലിസിസ് സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സീരീസിൻ്റെ 7ാമത്തെയോ 8ാമത്തെയോ സീരീസാണ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പോൾ അതിലേതാണ് നമ്മൾ അപ് ടു ഏതൊക്കെ മെയിൻ കണ്ടന്റ് എന്തൊക്കെ പഠിച്ചു, റീസെൻ്റ്ലി ഫോർ ഫണ്ടമെൻ്റൽ അനാലിസിസിന് റിക്വയർഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് എന്താണെന്ന് അറിയണം. പിന്നെ നമുക്കറിയേണ്ടത് എന്താണ് ബുക്ക് വാല്യൂ എന്നാലെന്ന് അറിയണം. അല്ലെങ്കിൽ കമ്പനിയുടെ അസറ്റ് എന്ന യഥാർത്ഥ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കി. ദെൻ EPS എന്നാലെന്നറിയണം. ഏർണിങ്സ് പെർ ഷെയറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഏർണിങ്സ് പെർ ഷെയറിലൂടെ നമ്മൾ അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് PE റേഷ്യോ. അതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ക്വാർട്ടർലി റിസൾട്ട്സിനെ പറ്റി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാർട്ടേഴ്സ്. ഒരു വർഷത്തിൽ മൊത്തം 4 ക്വാർട്ടറുണ്ട്. 4 ക്വാർട്ടർ ഏതൊക്കെയാണെന്നും അത് എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടതെന്നും ക്വാർട്ടർലി റിസൾട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒരു വർഷത്തിൽ ലിസ്റ്റഡ് കമ്പനീസ് 4 പ്രാവശ്യം അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാർട്ടർലി ഏർണിങ്സ് എന്ന് പഠിച്ചു. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പ്രീവിയസ് ക്ലാസ്സസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. നിങ്ങൾ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, PE റേഷ്യോ എന്നാൽ എന്ത്, ഇൻഡസ്ട്രി PE റേഷ്യോ ആയിട്ട് എങ്ങനെ അത് കമ്പയർ ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. ബിഫോർ നമ്മൾ ചാപ്റ്റർ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വീഡിയോ ലൈക്ക് സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിനോടൊപ്പം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, നിങ്ങളെല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ്. നാളത്തേക്ക് ഭാവിയിലേക്ക് നമ്മൾ ഒരു സുനിശ്ചിതമായിട്ടുള്ള ഒരു കോർപ്പസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഒരു വലിയ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഇന്നത്തെ ചെറിയ നിക്ഷേപം നാളെ അതൊരു വലിയ മരമായിട്ട് നല്ല വലിയ രീതിയിൽ നിങ്ങൾക്കൊരു വലിയൊരു ഇൻകം ഉണ്ടാക്കുക. ഒരു 5 കൊല്ലം 10 കൊല്ലത്തെ പീരിയഡിലേക്കൊക്കെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഡിഫറെൻറ്റ് ടൈപ്സ് നിങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള എന്താ പറയുക കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിങ്ങൾ ചിട്ടിക്ക് ചേരുക. അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക ഈ നോൺ ഗ്യാരണ്ടീഡ് ഒന്നിനും ഗ്യാരണ്ടി ഇല്ല. എവറി ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റിസ്ക്. മ്യൂച്വൽ ഫണ്ടിനും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് SIP പോലെ നിങ്ങൾ മാസം കിട്ടുന്ന ചില എന്താ പറയുക നിങ്ങൾക്ക് പറ്റാവുന്നത്ര അലൊക്കേഷൻ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ SIPയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഫ്യൂച്ചർ ഗ്രോത്ത് ക്യാപിറ്റൽ അപ്രിസിയേഷന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ച് തരും. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യമുള്ളവരെൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഞാനിവിടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അതിൽ ബന്ധപ്പെട്ട് അതിൽ നിന്ന് നമുക്ക് 1-to-1 കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഫണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ബാങ്ക് ഏതാണോ അതേ ബാങ്കിൻ്റെ തന്നെ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആകും. ആ ബാങ്കിൻ്റെ തന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് തന്നെ നമുക്ക് നല്ല ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ അവർ PE റേഷ്യോ ടുഡേ. ഓക്കെ, എന്താണ് PE റേഷ്യോ? PE റേഷ്യോ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ. നമ്മൾ EPS കഴിഞ്ഞ ക്ലാസ്സിൽ EPS പഠിച്ചു അല്ലേ. EPS എന്ന് പറഞ്ഞാൽ എന്താണ്, ഏർണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിൽ കമ്പനി എത്ര ലാഭം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് EPS. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, നമുക്ക് ഒരിക്കലും അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത് കമ്പനി ഓരോ പീരീഡിലും അവർ ക്വാർട്ടർലി ആയിട്ടും ഇയർലി ആയിട്ടും ചേർത്തിട്ട് നമ്മൾക്ക് കമ്പനിയുടെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് EPS. എനിക്കൊരു സ്ഥാപനം ഉണ്ടെന്ന് വെച്ചോളൂ. എൻ്റെ സ്ഥാപനത്തിൽ എന്ത് നടത്തുന്നു, ഞാനൊരു ബിസിനസ് പേഴ്സൺ ആണ്, ഞാനൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ഒരു ബേക്കറി നടത്തുന്ന ആൾ, അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്തായിക്കോട്ടെ, ഞാനൊരു ബിസിനസ് ഫേം നടത്തുന്ന ആളാണ്. അപ്പോൾ എൻ്റെ സ്ഥാപനത്തിലുള്ള വരുമാനം എത്രയാണെന്നും ചിലവ് എത്രയാണെന്നും ഇനിയൊരാൾ ഈ സ്ഥാപനമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾ പകരം എൻ്റെ സ്ഥാപനത്തിൻ്റെ ഡേറ്റാസ് അവർ ആക്സസ് ചെയ്തിട്ട് അതും വച്ചിട്ട് അവരൊരു പ്രഡിക്ഷൻ നടത്തുന്നതും ഞാൻ എൻ്റെ സ്വന്തം സ്ഥാപനത്തിലെ കൃത്യമായിട്ടുള്ള ആക്ച്വൽ ഡേറ്റ ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഞാൻ പുറത്തു വിടുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അതാണ് EPS.
ഇത്ര രൂപ വരെ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരും. പക്ഷേ ആക്ച്വലി എപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുക? അത് ആ കമ്പനി പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ ബേസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ, കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഷെയർ മാർക്കറ്റിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനി എത്ര രൂപയിലാണ് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ EPSന്റെ ഗ്രോത്ത് അടിസ്ഥാനത്തിൽ, രണ്ടും ഡിഫറൻസ് ആണ്. EPSന്റെ വളർച്ച, ഒരു കമ്പനിയുടെ EPS എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ലാഭം, അവർ എത്ര ലാഭം ഉണ്ടാക്കി എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിനെ കമ്പനി കറണ്ട് മാർക്കറ്റ് പ്രൈസ്, കമ്പനിയുടെ ഷെയർ മാർക്കറ്റിലെ മാർക്കറ്റ് പ്രൈസുമായിട്ട് താരതമ്യം ചെയ്തെടുക്കുന്ന ഒരു വാല്യൂവിനെ പറയുന്ന പേരാണ് പ്രൈസ് ടു ഏർണിങ്സ്. അപ്പോൾ പ്രൈസ് ഇവിടെ മെൻഷൻ ചെയ്യുന്ന പ്രൈസ് ഏതാണ്? അത് മാർക്കറ്റ് പ്രൈസ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഷെയർ മാർക്കറ്റിൽ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രൈസ് ഇപ്പോൾ എത്രയാണോ അതിനെയാണ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. PE റേഷ്യോ ഇതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, നല്ല ശ്രദ്ധിക്കണം. PE അപ്പോൾ ഇവിടെ സ്റ്റാൻഡ്സ് ഫോർ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഷെയർ മാർക്കറ്റ്. അറിയാത്തവർ ഇതെല്ലാം നോട്ട് ചെയ്ത് വേണം പോകാൻ. നമ്മൾ ഈ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ പഠിച്ച എല്ലാ ഡേറ്റാസും നിങ്ങൾ ഒന്നൊന്നായിട്ട് നോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവസാനം നമുക്കൊരു ഓർഡർലി, ക്രോണോളജിക്കൽ ഓർഡർലി നമ്മൾ പഠിച്ചാൽ പോകുന്നത്. സോ അതേ ഓർഡർ നിങ്ങളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇതൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എഴുതി വെച്ചാലേ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ മറന്നു പോകും. സോ ഇവിടെ PE റേഷ്യോ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ P സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? പ്രൈസ്. പ്രൈസ് ഈസ് ഈക്വൽ ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഷെയർ മാർക്കറ്റിലെ ഇപ്പോഴത്തെ വില, അതാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ P. ദെൻ E സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച EPS. ഏർണിങ്സിനെ ഷോർട്ട് ഫോം ആക്കി ഇവിടെ PE റേഷ്യോയുടെ PE സ്റ്റാൻഡ്സ് ഫോർ ഏർണിങ്സ് പെർ ഷെയർ. അപ്പോൾ പ്രൈസ് ടു EPS എന്ന് പറഞ്ഞാൽ എന്താണ്? EPSനെ അപേക്ഷിച്ച് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്ര ടൈംസ് അധികമാണ് അല്ലെങ്കിൽ എത്ര ടൈംസ് കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കലാണ്. അപ്പോൾ ഗ്രോത്ത് ഏർണിങ്സ്, കമ്പനിയുടെ ഏർണിങ്സിന്റെ ബേസിസിൽ പ്രൈസ് ടു ഏർണിങ്സ്, ഈ PE റേഷ്യോ നല്ല ശ്രദ്ധിക്കേണ്ട പോണാണ്. ഏർണിങ്സ് ഒരു ഭാഗത്തുണ്ട്, PE റേഷ്യോ ഇനി ഒരു ഭാഗത്തുണ്ട്. ഇപ്പോൾ EPS, ഇപ്പോൾ ഏർണിങ്സ് പെർ ഷെയറിനെ കമ്പയർ ചെയ്തിട്ടാണല്ലോ നമ്മൾ PE റേഷ്യോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 1000 രൂപയാണ്. സപ്പോസ് 1000 രൂപയിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നു. ഓക്കെ, EPS വന്നിട്ട് 110 രൂപ എന്ന് പറയുന്നത് EPS ആണെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കറണ്ട് മാർക്കറ്റ് പ്രൈസും EPSും. അപ്പോൾ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ EPS കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? PE റേഷ്യോ കിട്ടും അല്ലേ? ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, നല്ല വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു കമ്പനി ഏതാണ്? ഇപ്പോൾ കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, എന്നാൽ ഇതാ ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കമ്പനി എന്ന് പറയുന്നത് ഇതും ഒരു കമ്പനി തന്നെയാണ്. ഏത് സെക്ടറിലാണ്? ബാങ്കിങ് സെക്ടറിലുള്ള, സർവീസ് ബാങ്കിങ് സെക്ടറിലുള്ള ഒരു കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 1315. നിങ്ങൾ കറക്റ്റാ നോക്കൂ, 1315. ഇതിന്റെ EPS എത്രയാണ്? ഏർണിങ്സ് പെർ ഷെയർ. EPS എന്ന് പറയുന്നത് ഒരു വർഷത്തെ, കഴിഞ്ഞ 12 മാസത്തെ അവരുടെ കമ്പനിയുടെ മൂല്യം അവർ എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് EPS. അപ്പൊ EPSനെ അപേക്ഷിച്ച് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്ര എന്ന് മനസ്സിലാക്കുന്നതിന് അതിന്റെ പേരാണ് PE റേഷ്യോ. ഇവിടെ നോക്കൂ, സ്റ്റോക്ക് PE കണ്ടോ? സ്റ്റോക്ക് PE എത്ര കൊടുത്തിരിക്കുന്നത്? 15.6. എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോക്ക് PE എന്ന് പറയുന്നത് 15.6 ആണെങ്കിൽ അത് എങ്ങനെ വന്നു? ഈ വാല്യൂ എങ്ങനെ വന്നു? PE റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അത് കമ്പനി അല്ല പബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് മാർക്കറ്റ്. EPSന്റെ ബേസിസിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ടോപ്പിക്സ് പഠിക്കാൻ പോകുന്നത്. സോ PE റേഷ്യോ എങ്ങനെ കണ്ടെത്തി? നമുക്ക് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് എടുക്കൂ. ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കൂ. 1315 ഞാനും ചെയ്യാം. 1315 നിങ്ങൾ എൻ്റർ ചെയ്തു. 1315 ഡിവൈഡഡ് ബൈ എത്രയാണ്? EPS എത്ര? 84.7. 84.7 എത്ര കിട്ടി നമുക്ക്? 15.52. നോക്കൂ, അത് 525 എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് ആഡ് ആവും. 15.6 അപ്രോക്സിമേറ്റ്ലി. ഇവിടെ നോക്കൂ, 15.6 കണ്ട. സോ അപ്പോൾ PE റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 15.6. എങ്ങനെ കിട്ടി? അതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കൂ. PE ഈസ് ഈക്വൽ ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ
ഏർണിങ്സ് പെർ ഷെയർ ഇവിടെ കിടക്കുന്നു EPS. സോ PE ratio ഈസ് ഈക്വൽ ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS. സോ അതിൻ്റെ വാല്യൂ, അപ്പോൾ ഇത് എത്രയാണോ ഈ ഫിഗർ, അതിനർത്ഥം എന്താണ്? EPS മാർക്കറ്റ് കമ്പനിയുടെ മൂല്യം കൂടുന്നതനുസരിച്ചിട്ട് എത്ര തോത് അധികമാണ്. EPS ഇത്ര 84 വന്നപ്പോൾ ഷെയർ മാർക്കറ്റിൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഇത്ര, EPS ഇത്ര വന്നപ്പോൾ ബുക്ക് വാല്യൂ ഇത്ര 662 ബുക്ക് വാല്യൂ, അതായത് ഒറിജിനൽ വാല്യൂ ഉള്ള കമ്പനിക്ക് 662 ഒറിജിനൽ വാല്യൂ, അതായത് അതിന്റെ അസറ്റ് ടോട്ടൽ കമ്പനി ഒരു ഷെയറിന്റെ നമ്മൾ കൊടുക്കുന്ന ഷെയറിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി എന്നാണ് ഇതിനൊരു പേര് പറയുക. ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി അല്ലേ? അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി 662 രൂപയുള്ള ഒരു കമ്പനിക്ക് ഇപ്പൊ മാർക്കറ്റ് EPS ബേസിസിൽ അവർ കഴിഞ്ഞ ഒരു വർഷത്തെ വളർച്ചാ ബേസിസിൽ ഇപ്പൊ പ്രൈസ് എത്ര നിൽക്കുന്നു? കറണ്ട് മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റിൽ എത്ര നിൽക്കുന്നു? 1315 രൂപ. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ EPS അപേക്ഷിച്ച് എത്ര ടൈംസ് അധികമാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ഷെയർ, ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ ട്രേഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രൈസ് ടു ഏർണിങ്സ് കൊണ്ട് മനസ്സിലാക്കുന്നത്. പ്രൈസ് ടു ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 15.6 ടൈംസ് അധികമാണ് ഇപ്പോൾ എന്ത് കൊടുക്കുന്നത്? കമ്പനിയുടെ EPS ബേസിസിൽ ഷെയർ മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് 15.6 ടൈംസ് ആണ്, പെർസെൻറ്റേജ് അല്ല, ടൈംസ്. 1 ടൈം 2 ടൈം 3 ടൈം എന്നൊക്കെ പറയുന്ന പോലെ 15.6 ടൈംസ് ആണ്, അധികമാണ്. അപ്പോൾ ഈ ഒരു PE റേഷ്യോ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു കമ്പനിയുടെ പ്രൈസ് നമുക്ക് ഷെയറിൻ്റെ വാല്യൂ ഇപ്പോൾ 1315 എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്നിട്ട് ഇത് വാങ്ങണോ വിൽക്കണോ നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡസ്ട്രി PE എന്നൊരു സാധനമുണ്ട്. പ്രൈസ് ടു ഏർണിങ്സ് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രൈസ് ടു ഏർണിങ്സ്. അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രി PE എന്താണ്? ടോട്ടലി ഈ കമ്പനിയുടെ കോമ്പറ്റീറ്റർ കമ്പനീസ് ഉണ്ടാവുമല്ലോ മാർക്കറ്റിൽ അല്ലേ, അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് അവരുടെയും PE റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കണം. അതിന് ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇത് ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ PE റേഷ്യോ 15.6 ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇൻഡസ്ട്രി PE എത്രയാണ് കൊടുത്തേക്കുന്നത്? 14.9. അതായത് ഈ കമ്പനി ഉൾപ്പെടുന്ന കോമ്പറ്റീറ്റേഴ്സിനെ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ തന്നെ ഒരു ഗ്രൂപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇതിനെ കമ്പീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള മറ്റ് കമ്പനീസ് ഏതൊക്കെയാണ് അതും ഞാനിവിടെ കാണിച്ചു തരാം. നോക്കൂ, നമ്മൾ എഴുതേണ്ട ഇതിൻ്റെ പിയേഴ്സ് ഇവിടെ കാണുന്നുണ്ടോ? അനാലിസിസ് കഴിഞ്ഞ് പിയേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ കാണാൻ കഴിയും. ഈ പിയേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക? പിയേഴ്സിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. പിയേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനി ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിൻ്റെ പിയേഴ്സ് ആരൊക്കെയാണ്? HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ദെൻ ആക്സിസ്, പിന്നെ ഈ IDBI, IDFC, ഫെഡറൽ ബാങ്ക്. ഇത്ര മാത്രമാണോ? അല്ല, മൊത്തം 20 കമ്പനീസ്. അതെന്താണ്? അതിലുള്ള മേജർ കമ്പനീസിന് മാത്രമേ ഇവിടെ പിയേഴ്സ് നമ്മൾ കാണിക്കുന്നുള്ളൂ. ടോട്ടൽ മീഡിയൻ എന്ന് പറയുന്നത്, ടോട്ടലി ഇത് എടുത്തേക്കുന്ന ടോട്ടൽ ആവറേജ് എടുത്തേക്കുന്നത് ഇവിടെ നോക്കൂ, PE റേഷ്യോ ഓരോ കമ്പനീസിൻ്റെയും ഈ കമ്പനിയുടെ കോമ്പറ്റീറ്റർ കമ്പനി ആരാണോ അവരുടെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്ത് കൊടുത്തിട്ടുണ്ടാവും? PE റേഷ്യോ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ അവരുടെ ആ കമ്പനിയുടെ ഷെയർ മാർക്കറ്റിലുള്ള PE എന്താണെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അതെത്ര? HDFC 18%, 18.98, then ICICI 18.25, then Kotak Mahindra 21.7, then Axis Bank 15.5, 11.3. ബട്ട് ഇൻഡസ്ട്രി PE എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എല്ലാ കമ്പനീസിൻ്റെയും കൂടെ ചേർത്ത് എടുത്തിട്ട് ആവറേജ് ചെയ്യുന്നത്, ടോട്ടൽ എല്ലാറ്റിനെയും അഡീഷൻ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കമ്പനി. ഇപ്പോൾ 20 ആണെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 20 കൊടുക്കുമ്പോൾ കിട്ടിയ വാല്യൂ ആണ് എത്രയാ? 14.8. ഈ 20 എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആകണ്ട. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് മീഡിയൻ 20 കമ്പനീസ് എന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഓരോന്നിനും ഓരോ സെക്ടറിനും ഓരോ രീതിയിലായിരിക്കും. ചിലത് 20 എടുക്കും, ചിലത് 10 എടുക്കും. നമ്മൾ 1-2 കൂടി ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇൻഡസ്ട്രി PE എത്രയാണ്? 14.8. അതിനർത്ഥം എന്താണ്? സോ ഈ രീതിയിൽ ഇപ്പോൾ EPS, ഈ കമ്പനി ഇതിൻ്റെ EPS എത്ര? 84. ആവറേജ് ഈ പറയുന്ന ബാങ്കിങ് സെക്ടറിലുള്ള ഈ ഒരു കമ്പനിയുടെ ഈ കൂടെയുള്ള മറ്റ് കമ്പനീസിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സിന്
ആവറേജ് അവർക്ക് കൊടുക്കാൻ താല്പര്യം എത്ര ടൈംസ് അധികം ഷെയർ അവരുടെ ബുക്ക് വാല്യൂവിൽ നിന്നും എത്ര ടൈംസ് അധികം പ്രൈസ് കൊടുക്കാൻ താല്പര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. ഇതാണ് ശരി, അല്ലെങ്കിൽ ഇത് എക്സാക്ട്ലി ഇത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് നോക്കും നിങ്ങൾ. പി റേഷ്യോ ഇപ്പോൾ ഇത് 15.6 ആയി കഴിഞ്ഞു. ഇപ്പം തന്നെ ഇന്നത്തെ നിലയ്ക്ക് ഇത് 15.6 നിൽക്കുന്നു. ആക്ച്വലി ഇൻഡസ്ട്രി പി 14.9. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ പി ആണോ വലുത്, ഇൻഡസ്ട്രി പി ആണോ വലുത്? കമ്പനിയുടെ പി തന്നെയാണ് വലുത്. അതിനർത്ഥം എന്താണ്? അപ്പോൾ കമ്പനിയുടെ പി എന്താ പറയുക, ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ, ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, ഷെയർ മാർക്കറ്റിൽ മറ്റ് ഇതേ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കമ്പനിയുടെ പി ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഏത് ലെവൽ വരെ, എത്ര അധികം ഷെയർ മാർക്കറ്റിൽ എത്ര അധികം ഈ കമ്പനിക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പി കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇപ്പോൾ മുകളിൽ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇൻഡസ്ട്രി ആവറേജിനേക്കാളും മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സ്റ്റോക്കിന് ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ മുകളിലാണെങ്കിൽ അതൊരു ചെറിയ, അതൊന്നും ഇപ്പോൾ എന്ന് പറഞ്ഞ് 14.9 മാത്രമേ വരാവോ, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ആവറേജ് ഇതിൻ്റെ കമ്പറ്റീറ്റർ റേഞ്ച് നിൽക്കുന്നതെല്ലാം അത്യാവശ്യം എന്താ, നമുക്ക് പിയേഴ്സ് നോക്കുമ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ IQ ഉപയോഗിക്കേണ്ടത്. ദിസ് ഈസ് ഇൻഡസ്ട്രി ആവറേജ് ഈസ് 14.9, ബട്ട് നൗ ഇറ്റ് ഈസ് 15.6, ഓൾമോസ്റ്റ് ഈക്വലി. ഒരു ചെറിയ ഒരു 1 പോയിന്റിൻ്റെ 1 പോലും വരുന്നില്ല, ഒരു 0.7 ടൈംസ്, ഒരു 1 ടൈമില്ല, 0.7 ടൈംസ് അധികം മാത്രമേ നിൽക്കുന്നുള്ളൂ ആവറേജ് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇതിന്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കാണാൻ കഴിയുന്നു? ആവറേജ് 21, 18 ഒക്കെയാണ്. മറ്റുള്ള കമ്പനീസൊക്കെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് പി റേഷ്യോ അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇനിയും ഇത് നമ്മൾ എന്താ പറയുക, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഓൾമോസ്റ്റ് ഓപ്റ്റിമം വന്നു. അതിന് മുകളിലേക്ക് ഇനി കുറച്ചും കൂടിയൊക്കെ പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അത് ഇനി ഒരു ടൈംസ് അധികം കൂടിയൊക്കെ പോകാൻ ഒരു ടൈംസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ 84 രൂപയാണ്. അപ്പോൾ 84 രൂപ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്. മാക്സിമം ഇനി ഇതൊരു മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ എത്ര വരെ പോകാം? ഒരു ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര, 1 ടൈം എന്ന് പറയുന്നത് 84 റുപ്പീസാണ്. അപ്പോൾ 84-ൽ നിന്നും, അപ്പോൾ ഇനി ഒരു ടൈം അധികം എന്ന് പറയുമ്പോൾ ഈ 1350 നിന്നും അധികമായിട്ട് ഇനി ഒരു 80 ടൈംസോ ഓർ 100 റുപ്പീസ് ഓർ മാക്സിമം 150 റുപ്പീസ് വരെ അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തിരിച്ച് എന്താ പറയുക, ഡൗൺ സൈഡ് വരികയാണെങ്കിലോ, 0.7. അപ്പോൾ ഇതിന് 84-നെ 10 ടൈംസ് വെച്ചാൽ എത്രയാ? 8.4 റുപ്പീസ് അല്ലേ. 8.4-ന്റെ 8.4 into 7 അപ്രോക്സിമേറ്റ്ലി എത്ര? 50-55 രൂപയോളം താഴ്പോട്ടേക്കും വരാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 100-150 രൂപ വരെ മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? ഇതിനെ ബേസിസിലല്ലേ. ഹൗ മെനി ടൈംസ്? 15.6 ടൈംസ്. EPSന്റെ 15.6 ടൈംസ് അധികം ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നു. ആവറേജ് മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഇനിയും ഇൻഡസ്ട്രി PE വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അല്പം കൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇനി കൂടുന്നുണ്ടെന്നും കൂടിയല്ലേ അർത്ഥം. കൂടി നിൽക്കുന്നു എന്ന് മാത്രമല്ല നമ്മളിത് ഗ്രഹിക്കേണ്ടത്. ഇനിയൊരു വാല്യൂവിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇതിനെ കാണണം? ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഷെയർ മാർക്കറ്റിൽ ഈ ഒരു കമ്പനിയുടെ പുറത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൂടുകയാണെങ്കിലും അപ്പോൾ പ്രൈസ് ഏത് വരെ പോകാൻ സാധ്യതയുണ്ട്. ഇനിയൊരു ഓവറോൾ ഒരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക് മനസ്സിലാക്കണം. എത്ര? 1315 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ്. അവിടെ നിന്നും 84 രൂപ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1400 രൂപ അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഈ ഒരു പ്രൈസ് ലെവലിൽ നിന്നും ഇനി ഒരു 1400 രൂപ വരെയൊക്കെ നമുക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ ഈ പറയുമ്പോൾ സാർ പറഞ്ഞു ഇത് ഇൻഡസ്ട്രി PEയേക്കാളും ഇതിപ്പോൾ കൂടുതലല്ലേ, അപ്പോൾ ഇനി ഇനി മുകളിലേക്ക് പോകുമോ എന്നുള്ളതല്ല. കൊടുക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉള്ളത് കൊണ്ടല്ലേ അത് പ്രൈസ് കൂടി നിൽക്കുന്നത്. അപ്പോൾ കൂടുന്നു എന്നുള്ളതിൻ്റെ സാഹചര്യം വരികയാണെങ്കിൽ ഇനി കൂടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഗ്രാജുവലി അത് 1400 ചിലപ്പോൾ ഇനി 1500 വരെയൊക്കെ നല്ല ബുള്ളിഷ് വരുന്ന സാഹചര്യത്തിൽ പോകാൻ സാധ്യതയുണ്ടാകും. ഡൗൺ വരികയാണെങ്കിൽ എന്താണ്? ഇതിന് ആവറേജ് ഇതിന്റെ എത്ര? 14.9-ഉം 15.6-ഉം തമ്മിൽ 0.7-ന്റെ വ്യത്യാസമുണ്ട്. 0.7 അപ്പോൾ എന്ത് ചെയ്യണം? 70. അപ്പോൾ ഇതിന്റെ എത്ര ശതമാനമാണ്?
84 എന്ന് പറയുന്നത് 84ന്റെ 70% തിരിച്ച് താഴ്പോട്ടേക്ക് വരാനും സാധ്യതയുണ്ട്. 70% താഴ്പോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ 84ന്റെ 10% എത്രയാണ്? 8 രൂപ 40 പൈസ. 8 രൂപ 40 ഇൻറ്റു 7 എത്ര? 58 രൂപ അല്ലെ 59 രൂപ. അത്രയും രൂപ വരെ താഴ്പോട്ടേക്കും വരാൻ താഴെ വരികയാണെങ്കിൽ അത്ര താഴ്പോട്ടേക്ക് വരാനും, മുകളിലേക്ക് പോകാനാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു ആവറേജ് വ്യൂവിൽ ഇനിയൊരു 1 ടൈംസ് ഒക്കെ മുകളിലേക്ക് പോയാലും വലിയ പ്രശ്നം വരില്ല എന്നുള്ള രീതിയിൽ 1315 നിന്നും ഇനി അഡീഷണലി ഒരു 80-85 രൂപ വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ടോ. ഈ രീതിയിൽ നമുക്ക് എത്ര സ്റ്റാറ്റിസ്റ്റിക്കലി അല്ലെങ്കിൽ ഡേറ്റ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഒരു ഷെയർ മാർക്കറ്റിന്റെ ഒരു കമ്പനിയുടെ വളർച്ച അത് റീസെന്റ് പീരിയഡിൽ അല്ലെങ്കിൽ ഈ അടുത്ത ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഇതൊക്കെയാണ് നമുക്കൊരു എന്താ പറയുക ചിലരുടെ മിഥ്യാധാരണ. ഇതിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകത്ത് നമ്മളിപ്പോൾ കണ്ടു, അതായത് ഇതിൻ്റെ EPS PE റേഷ്യോ ഇതെല്ലാം ബേസിസിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വരാൻ പോകുന്ന ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ ഇതിൻ്റെ പ്രൈസ് ഉടനെ അങ്ങ് 2000 രൂപയായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും സാധിക്കത്തില്ല. ആവറേജ് മാക്സിമം എത്ര വരെ റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ടാവും? ഒരു 3 to 6 മന്ത്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ 3 മന്ത്സിൻ്റെ ഇടയിൽ ഇനിയൊരു 1400 റേഞ്ചോ അല്ലെങ്കിൽ 1500 റേഞ്ചിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താ പറയുക EPS ആൻഡ് PE റേഷ്യോ. PE റേഷ്യോയും ഇൻഡസ്ട്രി PEയും തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യണം, എന്താണ് PE റേഷ്യോ നമ്മൾ പഠിച്ചു, ഇൻഡസ്ട്രി PE എന്താണെന്ന് പഠിച്ചു, ഇൻഡസ്ട്രി PE എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഈ PE റേഷ്യോ ബേസിസിലും EPSനെയും PE റേഷ്യോയും കമ്പയർ ചെയ്തിട്ട് പ്രൈസിന് ഇനി വരാൻ പോകുന്ന പീരീഡിൽ ഷോർട്ട് ഇൻ ദ സെൻസ് ഒരു 3 മന്ത്സ് തന്നെയാണ് ഷോർട്ട് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് ടേം പീരീഡിൽ മാക്സിമം കയറാൻ സാധ്യത എന്ന് പറയുന്നത് ഒരു 1400. ഇപ്പം ഈ ഒരു റേഞ്ച് ഈ ഒരു പ്രൈസിനെ പറ്റിയിട്ടുള്ള ഒരു അപ്രോക്സിമേറ്റ് വ്യൂ ആണ്. ഇത് 100% കറക്റ്റ് ആവണമെന്നല്ല. നമ്മൾ എങ്ങനെ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിന്റ്. ഓക്കെ, സി ആവറേജ് ഇത് 15%. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് നിയർ ബൈ 20 ടൈംസ് ഒക്കെ അധികം നിൽക്കുന്നുണ്ട്. 20 ടൈംസ് വരെയൊക്കെ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷെ ഓൺ ആൻ ആവറേജ് ഇത് അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ സ്ട്രെങ്ത്തും ആ കമ്പനിയുടെ സ്ട്രെങ്ത്തും തമ്മിൽ വെച്ചൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇനിയും ഇതായത് 1 ടൈംസോ 2 ടൈംസോ ഒക്കെ അധികം പോകാനുള്ള സാധ്യത ഉണ്ടാവാം. അതും എങ്ങനെ ഗ്രാജുവലിയേ കയറാൻ സാധ്യത ഉണ്ടാവുള്ളൂ. ഇറങ്ങുകയാണെങ്കിൽ പരമാവധി ഇറങ്ങാൻ സാധ്യത എത്രയാണ്? 0.7 ടൈംസ്. അത് ഏതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? EPSൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യണം. 0.7 ടൈംസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 70%, 0.5 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 50%. അത്രയാണ് ഇറങ്ങാനും സാധ്യതയുണ്ടെങ്കിൽ ഇറങ്ങാൻ സാധ്യത. ഇനി ഇതിപ്പോൾ PE റേഷ്യോ ഇൻഡസ്ട്രി PEയേക്കാൾ കുറവാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിന് മേലിൽ നമുക്ക് എത്ര ടൈംസ് വരെ പോകാൻ സാധ്യതയുണ്ടാവും? അത് EPSന്റെ ബേസിസിൽ വേണം നിങ്ങൾ ആ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും EPS എത്രയാണോ അതിൻ്റെ വാല്യൂ എത്രയാണോ അത് ബേസിസിൽ വേണം നിങ്ങൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അതിനെ കൂട്ടി നോക്കാൻ. ഓക്കെ, ഇത്ര വരെ കൂടാൻ സാധ്യതയുണ്ടാവും. അതിൻ്റെ പ്ലസ് അഡീഷണലി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഇത്ര വരെ പോകാൻ സാധ്യതയുണ്ടാവും. സിമ്പിൾ ലോജിക്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേമാതിരി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. മോർ ഡീറ്റെയിൽസ് നമുക്ക് 1-to-1 കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾക്ക് നല്ലൊരു ഫണ്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, സോ ഇതെല്ലാം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. മസ്റ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതിനെ പറ്റി രേഖപ്പെടുത്തുക. ഞാനിനി എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ കുറച്ചും കൂടി മനസ്സിലാക്കി തരാനുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.